ടോപ്പിലുള്ള 4 ടീമുകൾ 12 പോയിന്റും ബാക്കി താഴെയുള്ളവർ 6 പോയിന്റുമായി വളരെ ബോറിംഗ് ആയി കിടന്നിരുന്ന IPLന്റെ പോയിന്റ് ടേബിൾ കഴിഞ്ഞ 10-13 മത്സരങ്ങൾ കൊണ്ട് ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി മാറിക്കഴിഞ്ഞു. പഞ്ചാബ്, RCB, രാജസ്ഥാൻ എന്നിവർ തുടർച്ചയായി മത്സരങ്ങൾ തോൽക്കുകയും താഴെ കിടന്ന ഹൈദരാബാദ്, ഗുജറാത്ത് എന്നിവർ ടേബിൾ ടോപ്പിലേക്ക് എത്തുകയും ചെയ്തതാണ് ഇതിന്റെ കാരണം. അതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ പോയിന്റ് ടേബിളും ഓരോ ടീമിന്റെ സാധ്യതയും എന്തൊക്കെയെന്ന് നോക്കാം. LSG, മുംബൈ, ഡൽഹി തുടങ്ങി 10, 9, 8 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ടീമുകൾക്ക് ഇനി 14 പോയിന്റ് വരെ മാത്രമേ മാക്സിമം എത്താൻ പറ്റൂ. ഇവർ തമ്മിൽ ക്രോസ് മത്സരങ്ങളൊന്നും ഇനി വരുന്നില്ല. എങ്കിലും നിലവിലെ പോയിന്റ് ടേബിൾ വെച്ച് ഒരു 14 പോയിന്റ് ക്വാളിഫിക്കേഷൻ വരാൻ ഒട്ടും ചാൻസ് ഇല്ല. ഓൾറെഡി 2 ടീമുകൾ 14 പോയിന്റും ഒരാൾ 13 പോയിന്റും ബാക്കി 2 പേർ 12 പോയിന്റുമായിട്ടാണ് ടേബിൾ ടോപ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. സോ ടെക്നിക്കലി ക്വാളിഫൈ ആകാൻ ചാൻസ് ഉണ്ടെങ്കിലും റിയാലിറ്റി നോക്കിയാൽ ഇവർ പുറത്താണ്. 7ാം സ്ഥാനത്ത് 9 പോയിന്റുമായി കൊൽക്കത്തയാണ് നിൽക്കുന്നത്. തുടർച്ചയായി 5 മത്സരങ്ങൾ തോറ്റ് ഒരു പരാജയ സീസണായിരിക്കും KKRന് കിട്ടുക എന്ന് തോന്നിച്ചെടുത്തു നിന്നാണ് പിന്നെ 4 മത്സരങ്ങൾ വിജയിച്ച് അവർ ഇപ്പോൾ 7ാം സ്ഥാനത്തേക്ക് എത്തിയത്. ഇനിയുള്ള 4-ൽ 4 ജയിക്കുക എന്നതാണ് KKRന് വേണ്ടത്. ഒരെണ്ണം തോറ്റാൽ തന്നെ പണി കിട്ടും. കാരണം ഒരു കളി മഴ മൂലം പോയതിനാൽ 16 പോയിന്റ് ഇക്വേഷൻ കടക്കാൻ എല്ലാ ഗെയിമും മസ്റ്റ് വിൻ ആണ്. ഒരു കളി തോറ്റാൽ പിന്നെ ഒരു 14 പോയിന്റ് ക്വാളിഫിക്കേഷൻ വന്നാൽ മാത്രമേ കൊൽക്കത്ത പ്ലേ ഓഫിലേക്ക് കയറൂ. 6ാം സ്ഥാനത്ത് 10 പോയിന്റുമായി ചെന്നൈയാണുള്ളത്. ശേഷിക്കുന്ന 4 മത്സരങ്ങളിൽ 3 വിജയമാണ് 16 പോയിന്റ് ഇക്വേഷൻ എത്താൻ അവർക്ക് വേണ്ടത്. SRH, GT തുടങ്ങിയ ടോപ്പ് ടീമുകളുമായി അവർക്ക് മത്സരങ്ങളുണ്ട്. സോ CSKക്ക് കാര്യങ്ങൾ മിക്കവാറും ടൈറ്റ് ആയിരിക്കും. 5, 4 സ്ഥാനങ്ങളിൽ രാജസ്ഥാൻ, RCB എന്നിവരാണ് നിൽക്കുന്നത്. ഇതിൽ രാജസ്ഥാൻ 11 മാച്ചും RCB 10 മാച്ചുമാണ് കളിച്ചിട്ടുള്ളത്. അവസാനമായി കളിച്ച 7 മത്സരങ്ങളിൽ 5 എണ്ണവും രാജസ്ഥാൻ തോറ്റു. ശേഷിക്കുന്ന 3 മത്സരങ്ങളിൽ 2 വിജയമാണ് രാജസ്ഥാന് വേണ്ടത്. അവസാനം 3 സ്ഥാനക്കാരായ ഡൽഹി, മുംബൈ, ലക്നൗ എന്നിവർക്കെതിരെയാണ് രാജസ്ഥാന്റെ ശേഷിക്കുന്ന മത്സരങ്ങൾ. RCB അവസാന 5 മത്സരങ്ങളിൽ 3 എണ്ണം തോറ്റതാണ് 2ാം സ്ഥാനത്ത് നിന്ന് അവരെ 4ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തിച്ചത്. ശേഷിക്കുന്ന 4-ൽ 2 വിജയമാണ് അവർക്കിനി വേണ്ടത്. പഞ്ചാബ്, ഹൈദരാബാദ്, KKR, മുംബൈ എന്നിവർക്കെതിരെയാണ് RCBയുടെ വരുന്ന മാച്ചുകൾ. പഞ്ചാബ്, SRH എന്നിവർക്കെതിരെ ക്രോസ് മാച്ച് വരുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. 3ാം സ്ഥാനത്ത് 13 പോയിന്റുമായി പഞ്ചാബാണുള്ളത്. കഴിഞ്ഞ 3 മാച്ചിൽ 3 തോറ്റതാണ് ആദ്യ 6 മാച്ചിൽ 6 ജയിച്ച പഞ്ചാബിനെ ടോപ്പിൽ നിന്നും താഴെ ഇറക്കിയത്. ശേഷിക്കുന്ന 4-ൽ 2 വിജയം കൺഫേമായി പഞ്ചാബിനെ പ്ലേ ഓഫിലെത്തിക്കും. കാരണം മഴ മൂലം പോയ കളിയുടെ 1 പോയിന്റ് എക്സ്ട്രാ ഉള്ളതുകൊണ്ട് 2 കളി ജയിച്ചാൽ ഡയറക്റ്റ് 17 പോയിന്റിലേക്കായിരിക്കും അവർ എത്തുക. 17 പോയിന്റുള്ള ടീം ഒരിക്കലും പുറത്താകില്ല. ഡൽഹി, ലക്നൗ എന്നിവർക്കെതിരെ ഓരോ മാച്ചും ശേഷിക്കുന്നുണ്ട്. 2, 1 സ്ഥാനങ്ങളിൽ 14 പോയിന്റുമായി ഗുജറാത്ത്, ഹൈദരാബാദ് എന്നിവരാണ് നിൽക്കുന്നത്. ഈ 2 പേരും താഴെ നിന്ന് കയറി വന്നത് ഈ വർഷം ഹൈലി ഇംപ്രസീവ് ആയിരുന്നു. ആദ്യ 4-ൽ 3 തോറ്റ ശേഷമാണ് ഹൈദരാബാദ് ഇപ്പോൾ 1ാം സ്ഥാനത്തെത്തിയത്. GT കണ്ടിന്യൂസ് ആയി അവസാന 4-ൽ 4 മത്സരങ്ങൾ ജയിക്കുകയും ചെയ്തു. അതിൽ RCB, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിങ്ങനെ ആ ടൈമിൽ പോയിന്റ് ടേബിളിൽ ടോപ്പ് നിന്ന ടീമുകളുമുണ്ട്. ശേഷിക്കുന്ന 3 മാച്ചിൽ 2 എണ്ണം ജയിച്ചാൽ കൺഫേമായും ഇവർ പ്ലേ ഓഫ് കളിക്കും. വരുന്ന 3-ൽ 3 തോറ്റാൽ മാത്രമേ ഇവർ ഇനി പുറത്താകൂ. നിലവിലെ സ്റ്റാൻഡിങ്ങും സോഫാർ കളിച്ച ഫോമും വെച്ച് SRH, GT എന്നിവർക്ക് 97% ചാൻസും പഞ്ചാബ്, RCB എന്നിവർക്ക് 92% ചാൻസും പ്ലേ ഓഫ് കളിക്കാനുണ്ട്. ഇവർ തന്നെ പ്ലേ ഓഫ് കളിക്കാനാണ് ചാൻസും.